ലോക മുങ്ങിമരണ നിവാരണ ദിനാചരണത്തോടനുബന്ധിച്ച് ചാൾസൺ സ്വിമ്മിംഗ് അക്കാദമിയുടെ നേതൃത്വത്തിൽ 5 വനിതകൾ കായൽ ക്രോസിംഗ് നടത്തി. കവ്വായി കായലിന്റെ ഭാഗമായുള്ള 1 കിലോമീറ്ററോളം വിസ്തൃതിയുള്ള രാമന്തളി ഏരൻ പുഴയാണ് യുവതികൾ നീന്തിക്കടന്നത്. ജൂലൈ 25 ലോക മുങ്ങിമരണ നിവാരണ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് നീന്തൽ പഠിക്കേണ്ടതിന്റെ ആവശ്യകത ചൂണ്ടിക്കാണിച്ച് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. പ്രതിവർഷം 3500 മുതൽ 4000 വരെ ജീവനുകളാണ് ജലാപകടങ്ങളിൽ പൊലിയുന്നതെന്നും എല്ലാവരും സ്വയരക്ഷയ്ക്കും പരിരക്ഷയ്ക്കുമായി നീന്തൽ പഠിച്ചാൽ ഒരു പരിധിവരെ ജലാപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുമെന്നും പരിപാടിക്ക് നേതൃത്വം നൽകിയ നീന്തൽ പരിശീലകൻ ചാൾസൺ ഏഴിമല പറഞ്ഞു. ആഗോളതലത്തിൽ ഒരു വർഷം 2,36,000-ഓളം പേർ മുങ്ങി മരിക്കുന്നു എന്നുള്ളതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പ്രസ്താവിച്ചിരിക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും ഒരു വർഷം ശരാശരി 1,600-ഓളം പേരാണ് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നത്. ആ വെള്ളത്തിൽ മുങ്ങി വേണ്ടത്ര നീന്താൻ വശമില്ലാത്തവരാണ്. നമുക്ക് ആയാസരഹിതമായ ദീർഘദൂരം നീന്തി സ്വയരക്ഷയ്ക്കും പരരക്ഷയ്ക്കും പ്രാപ്തമാകുന്നതിലേക്ക് ആകാത്തൊരു സാഹചര്യത്തിലാണ് ഈ അപകട മരണങ്ങൾ കൂടുതൽ സംഭവിക്കുന്നത്. മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ബോട്ട് കൊണ്ടുള്ള അപകടങ്ങളിലുള്ള മരണങ്ങൾ ധാരാളം വരുന്നുണ്ട്. എന്നിരുന്നു കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അക്കാദമി ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മളിവിടെ ഒരു കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്, പക്ഷേ അതിനുശേഷം നമ്മൾ 8.5 തികയ്ക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോമീറ്ററോളം അധികം ചേച്ചൊരു 1.5 കിലോമീറ്ററോളം ദൂരം നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റി. ഈ ബോട്ട് ജെട്ടി മുതൽ അങ്ങേ അറ്റം വരെയുള്ള ഭാഗം എന്ന് പറയുന്നത് നാവൽ അക്കാദമിയുടെ ഭാഗമായിട്ട് ഡ്രഡ്ജ് ചെയ്ത് ആഴം കൂട്ടിയൊരു സ്ഥലമാണ്. എന്നാൽ അതിന് അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ, വടക്കോട്ട് മാറിക്കഴിഞ്ഞാൽ ആഴം കുറഞ്ഞ പ്രദേശമാണ്. നമ്മൾ ഈ ആഴം കൂടിയ സ്ഥലത്ത് കൂടി അങ്ങോട്ട് പോകാൻ ഒരുങ്ങിയപ്പോൾ ഇവരിൽ പലരും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേ പേടിച്ചു നടക്കുമോ എന്നുള്ള ആശങ്കയിലായിരുന്നു. ഞാൻ പറയുന്നത് നീന്തി കയറി കഴിയുമ്പോൾ ഇത് പറയണം എല്ലാവരും. അപ്പോൾ ഇപ്പം ചുരുക്കം പറയാം, നീന്തി കയറി കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം എന്നുള്ളത് മാത്രമല്ല, ഇനിയും ഒരു പ്രാവശ്യം കൂടി അക്കരയ്ക്ക് പോയിട്ട് ഇക്കരയ്ക്ക് വരണം എന്നുള്ളൊരു നിലവാരത്തിലേക്ക് മാറിയിട്ടുണ്ട്. കായൽ നീന്തി കയറിയെത്തിയ വനിതകളെ രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് വി ഷൈമ അനുമോദിച്ചു. പെരളശ്ശേരിയിലെ ഷൈജീന, പാപ്പിനിശ്ശേരി കരിക്കിൻകുളത്തെ രാഗി, ചക്കരക്കല്ലിലെ ദിൽഷ സിജിൽ, കടമ്പൂരിലെ അപർണ പ്രവീൺ, മുഴപ്പിലങ്ങാട് സ്വദേശി വിൻഷ ശരത് എന്നിവരാണ് ബോധവൽക്കരണ കായൽ ക്രോസിംഗിൽ പങ്കെടുത്തത്. ഇവരുടെ സുരക്ഷയ്ക്കായി ലൈഫ് ഗാർഡുകളും ഉണ്ടായിരുന്നു. 2021 ഐക്യരാഷ്ട്ര സംഘടന ജൂലൈ 25 ലോക മുങ്ങിമരണ നിവാരണ ദിനമായി പ്രഖ്യാപിച്ചത്. ഇന്നറിയാൻ കണ്ണൂർ. ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാദമി. യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ. എയർവിൻ അക്കാദമി, കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, സുഹറ ആർകെ, ആറാട്ട് റോഡ്, കണ്ണൂർ. ഫോൺ 8138034433.